താനും ആത്മഹത്യ ചെയ്യുമെന്ന് വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ നിന്ന് രക്ഷപ്പെട്ട ഷമി താൻ ഇളയ മകന്റെ കൂടെ പോകും എന്ന് ഷമി പറഞ്ഞതായി ബന്ധുക്കൾ പറയുന്നു. ഇളയ മകൻ കൊല്ലപ്പെട്ടതറിഞ്ഞ ഇന്നലെ മുതൽ ഷമിയുടെ ആരോഗ്യനില വഷളായി. അതിനിടെ കേസിലെ പ്രതി അഫ്ഫാൻ പോലീസ് കസ്റ്റഡിയിലേക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായി. ചോദ്യം ചെയ്യലിന് അഫ്ഫാൻ സഹകരിക്കുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. മുഹമ്മദ് ആഷിഖ് വിശദാംശങ്ങൾ നൽകും. ആഷിഖ്, വലിയ അസ്വസ്ഥതയും ഒപ്പം വലിയ വൈകാരികവുമായ പ്രതികരണമാണ് ഉമ്മയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഒരു 4-5 ദിവസം കഴിഞ്ഞാണ് ഇളയ മകൻ അഫ്സാൻ മരിച്ചത് അമ്മയെ അറിയിച്ചത് മുതൽ അവരുടെ ആരോഗ്യാവസ്ഥ സംബന്ധിച്ച് എന്താണ് ബന്ധുക്കളും ഡോക്ടർമാരും ഒക്കെ പറയുന്നത്? ഏറ്റവും ഒടുവിലെ അവരുടെ പ്രതികരണത്തെയും അഫ്ഫാന്റെ ദേഹാസ്വാസ്ഥ്യവും അത് സംബന്ധിച്ച വിശദാംശങ്ങൾ കൂടി. സെഫുദ്ദീൻ, ഈ കൂട്ടക്കൊല നടന്നതിൽ ആക്രമണത്തിൽ പരിക്കേറ്റ് ബോധം തെളിയുമ്പോൾ ഈ കേസിലെ പ്രതി അഫ്ഫാന്റെ മാതാവ് ഷമി ആദ്യം തിരക്കിയത് തന്റെ രണ്ടാമത്തെ മകൻ അഫ്സാനെയായിരുന്നു. അഫ്സാനും മരണപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം ആ ഘട്ടത്തിൽ പറയാൻ ബന്ധുക്കൾ തയ്യാറായിരുന്നില്ല. പിന്നീട് ഗുരുതരമായ കടുത്ത കരുതലോടെ സൈക്കാട്രി വിഭാഗം ഡോക്ടർമാരുടെ അടക്കം ജാഗ്രതാപൂർവ്വമുള്ള നിർദ്ദേശങ്ങൾ പരിഗണിച്ചുകൊണ്ടായിരുന്നു ഇന്നലെ അഫ്സാന്റെ മരണവിവരം ഷമിയെ അറിയിച്ചത്. അതിനുശേഷം ആദ്യഘട്ടത്തിൽ അതിനോട് വളരെ ദുഃഖത്തോടെ തന്റെ മകൻ പോയി എന്ന് ഇടറിയ ശബ്ദത്തിൽ പ്രതികരിച്ച ഷമി പിന്നീട് ആരോഗ്യസ്ഥിതി മോശമാകുന്ന നിലയിലേക്ക് സാഹചര്യങ്ങൾ മാറുകയായിരുന്നു. ഇന്ന് രാവിലെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം താനും മകന്റെ കൂടെ പോകും എന്നുള്ളൊരു പ്രതികരണം ഷമിയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ്. ആ രീതിയിൽ ബന്ധുക്കൾ അതിനെ കാണുന്നത് ആത്മഹത്യ ചെയ്യും എന്നുള്ള ഒരു പ്രതികരണം എന്ന നിലയിലാണ്. അതുകൊണ്ട് തന്നെ കടുത്ത ജാഗ്രത ആശുപത്രിയിലും ബന്ധുക്കൾ സ്വീകരിച്ചിട്ടുണ്ട്. അതേസമയം സാമ്പത്തികമായ കാരണങ്ങളാൽ ഷെബിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനാണ് നിലവിൽ ബന്ധുക്കൾ ആലോചിക്കുന്നത്. ഇപ്പോൾ വെഞ്ഞാറമൂട്ടുള്ള സ്വകാര്യ മെഡിക്കൽ കോളേജിലാണ്. ഇത് വലിയ ചിലവ്, ചികിത്സയുമായി ബന്ധപ്പെട്ട് വലിയ ചിലവ് ബന്ധുക്കൾക്ക് ഉണ്ടാക്കുന്നുണ്ട്. നിലവിൽ തന്നെ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കുടുംബം ഈ ചികിത്സയുടെ ചെലവ് കൂടി താങ്ങാനാവാത്ത സാഹചര്യം വരുന്നതിനാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിക്കൊണ്ട് ചികിത്സ തുടരാനാണ് ആലോചിക്കുന്നത്. ഏതായാലും ഷെമിയുടെ ആരോഗ്യസ്ഥിതി നിലവിൽ താരതമ്യേന മോശപ്പെട്ടു വരുന്നു എന്ന വിലയിരുത്തലാണ് പോലീസ് നടത്തുന്നത്. കടുത്ത ജാഗ്രത മെഡിക്കൽ കോളേജിൽ സ്വീകരിച്ചു വരുന്നുണ്ട്.